കർഷക മനസ്സുകളിൽ പ്രത്യാശയുടെ വിത്തുപാകിക്കൊണ്ട് വീണ്ടും ഒരു തിരുവാതിര ഞാറ്റുവേല കാലത്തിന് തുടക്കമായി. ഇനിയുള്ള 2 ആഴ്ചക്കാലം കൃഷിപ്പണി ആരംഭത്തിന്റെ തിരക്കുകളിലായിരിക്കും ഗ്രാമീണ കർഷകർ. പഴമക്കാരായ കർഷകർക്ക് മാത്രം അറിയുന്ന ഞാറ്റുവേലക്കാലത്തിന് ഇത്തവണ തുടക്കമായത് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച പകൽ 11:57 കാർഷിക കലണ്ടറുകളിൽ മാത്രം ഒതുങ്ങുന്ന രേഖപ്പെടുത്തലുകളായി ഇവ മാറാൻ ഇനി അധികകാലം വേണ്ട. നെൽകൃഷിയുടെ സമൃദ്ധിയെയും സന്തോഷത്തെയും ഓർത്തെടുക്കുന്ന പഴയ തലമുറ നാട്ടിൻപുറങ്ങളിലും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. പെയ്യാതെ പോകുന്ന മഴയുടെ വേവലാതി ഇത്തവണയും എല്ലാ കൃഷിക്കാരും പങ്കുവെക്കുന്നുണ്ട്. മെയ് ജൂൺ മാസങ്ങളുടെ സന്ധ്യവലിൽ പെയ്തിറങ്ങുന്ന തണുത്ത മഴത്തുള്ളികൾ ഇന്ന് മണ്ണിൽ വീഴുന്നത് പച്ചപ്പുതച്ച നെൽപ്പാടങ്ങളിലേക്കല്ല, പകരം കരിങ്കൽ മതിലുകളും കോൺക്രീറ്റ് സൗധങ്ങളും വിഴുങ്ങിയ തരിശു ഭൂമികളിലേക്കാണ്. നെൽകൃഷി നിലച്ച പാടശേഖരങ്ങളുടെ ശൂന്യത അനുഭവിക്കുന്ന അപൂർവം കൃഷിക്കാരെയെങ്കിലും ഇന്നും നാട്ടിൻപുറങ്ങളിൽ കാണാം. കൂവപ്പടി പഞ്ചായത്തിലെ 21-ാം വാർഡ് മദ്രാസ് കവല ഉന്നതിയിൽ നരിമട്ടത്തിൽ ദേവു 7 വയസ്സിൽ കൃഷിപ്പണിക്കിറങ്ങിയതാണ്. ഞാറുനടലിൽ ഒരു കാലത്ത് നാട്ടിലെ വേഗമേറിയ താരമായിരുന്നു ദേവു. 7 വയസ്സിൽ തുടങ്ങി ഞാൻ കൃഷിപ്പണി ഒറിജിനലായിട്ട് എടുക്കുന്നതാണ്. ഇവിടെ തന്നെ പൂപ്പിടിക്ക് കല്യാണം കഴിച്ച് എൻ്റെ വീട് താന്നിപ്പടിക്കാണ്. അപ്പം അതിന് ശേഷം ഈ കൃഷിപ്പണിയാണ് ഞാൻ ആദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ വീട്ടുകളിലും ഞങ്ങൾ ജോലി ചെയ്യുന്നത് വീട്ടുകളിൽ ഇങ്ങനെ ഞാറ് നടാനും പറിക്കാനും പുല്ലക്കള എടുക്കാനൊക്കെ. അപ്പം അതിന് ചവറ് ചാണം എല്ലുപൊടി ഉള്ള വളങ്ങളൊക്കെ ചെയ്ത് ഞാറ് നടാൻ പോണു. ഞാറ് നട്ട് ചിലപ്പോൾ 8 ആളോ 9 ആളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ വയസ്സ് 77. പാടത്ത് കൃഷിപ്പണി ഇല്ലാതായതോടെ മറ്റു കൂലിപ്പണികൾക്കും തൊഴിലുറപ്പ് ജോലികൾക്കും പോയിട്ടാണ് നിത്യവൃത്തി കഴിയുന്നത്. 20 കൊല്ലം കഴിഞ്ഞിട്ടുണ്ട് കൃഷിപ്പണി ഇല്ലാണ്ടായിട്ട്. അപ്പം അതിനുശേഷം ഞങ്ങളിങ്ങനെ കൂലിപ്പണിക്ക് പോയാണ് ജീവിക്കണത്. കർഷകന്റെ വിയർപ്പ് വീണ് പൊന്നു വിളഞ്ചിരുന്ന നിലങ്ങൾ ഇന്ന് പലയിടത്തും റിയൽ എസ്റ്റേറ്റ് മാഫിയകളുടെ കൈകളിലാണ്. തിരുവാതിര ഞാറ്റുവേലയുടെ ചുവട് പിടിച്ചാണ് കർഷകർ കൃഷിയിറക്കിയിരുന്നത്. തിരുവാതിരയിൽ 101 മഴ 101 വെയിൽ എന്നതായിരുന്നു പ്രമാണം. എന്നാൽ ഇന്ന് കാലാവസ്ഥാ വ്യതിയാനവും ആഗോള താപനവും ഞാറ്റുവേലകളുടെ താളം തെറ്റിച്ചിരിക്കുന്നു. മഴയുടെ അളവ് കുറഞ്ഞതിനൊപ്പം കൃഷിയോടുള്ള പുതിയ തലമുറയുടെ വിമുഖതയും ചെലവ് വർദ്ധിച്ചതും നെൽപ്പാടങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കി. നെൽകൃഷി ഇല്ലാതായതോടെ ഭൂഗർഭ ജലനിരപ്പ് താഴുകയും തോടുകളും കിണറുകളും വറ്റിവരളുകയും ചെയ്യുന്ന പ്രതിഭാസത്തിനാണ് നാം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. കാർഷിക സംസ്കൃതിയുടെ ആ പഴയ നല്ല നാളുകളെ നമുക്ക് തിരികെ പിടിക്കാൻ കഴിയുമെന്ന പ്രത്യാശ മാത്രമാണ് ബാക്കിയാകുന്നത്.